ഖത്തറിന് പിന്നാലെ നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് കുവൈറ്റ്. കൊറോണ വ്യാപനത്തെ തുടർന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി മാസങ്ങൾ പിന്നിടുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നടപടി പുറത്തുവരുന്നത്. ഓഗസ്റ്റ് ആദ്യവാരം തന്നെ നേരിട്ട് എത്തിച്ചേരാമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രവാസികൾ. എന്നാൽ അവർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് അധികൃതർ. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 1 മുതൽ വിദേശികൾക്ക് പ്രവേശന വിലക്ക് ഉണ്ടാകില്ലെന്ന് കുവൈറ്റ് മന്ത്രിസഭാ യോഗം വ്യക്തമാക്കിയിരിക്കുന്നു. നേരത്തെ പ്രഖ്യാപിച്ചതാണെങ്കിലും അവസാന ഘട്ടത്തിൽ അനിശ്ചിതത്വമോ മാറ്റമോ ഉണ്ടാകുമോ എന്ന ആശങ്കയിൽ കഴിഞ്ഞിരുന്ന വിദേശികൾക്ക് ഇന്നലത്തെ മന്ത്രിസഭാ പ്രഖ്യാപനം ആശ്വാസം നൽകുന്നതായി മാറി. കുവൈറ്റ് മന്ത്രിസഭാ പ്രഖ്യാപനത്തിന് ശേഷം ടിക്കറ്റ് എടുത്താൽ മതിയെന്ന് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സ്ഥാനപതി സിബി ജോർജ് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയുണ്ടായി. അംഗീകൃത വാക്സിൻ 2 ഡോസ് എടുത്തിരിക്കണമെന്നും കുവൈറ്റിൽ ഇഖാമ ഉണ്ടായിരിക്കണമെന്നതുമാണ് നിബന്ധന നൽകിയിരിക്കുന്നത്. യാത്രയ്ക്ക് 72 മണിക്കൂർ മുൻപ് സമയപരിധിയിൽ PCR പരിശോധന നടത്തി കോവിഡ് മുക്തി തെളിയിച്ചിരിക്കണം. ഫൈസർ, മെഡേണ, ആസ്ട്രസെനക്ക, ജോൺസൺ ആൻഡ് ജോൺസൺ എന്നീ വാക്സിനുകളാണ് കുവൈറ്റ് അംഗീകാരം നൽകിയത്. ജോൺസൺ ആൻഡ് ജോൺസൺ വാക്സിൻ ഒറ്റ ഡോസാണ്. ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന കോവിഷീൽഡ് വാക്സിൻ ആസ്ട്രസെനക്കയാണ്. കുവൈറ്റിൽ 3 ദിവസത്തെ ഹോം ക്വാറന്റൈൻ കാലയളവിൽ മറ്റൊരു PCR ടെസ്റ്റ് കൂടി എടുക്കണം. ഇതോടെ ഇന്ത്യക്കാരടക്കമുള്ള വിദേശികളുടെ കുവൈറ്റിലേക്കുള്ള തിരിച്ചുവരവ് സാധ്യമായി. അതേസമയം ചൊവ്വാഴ്ച മുതൽ വ്യാപാര സമയത്തിലെ നിയന്ത്രണവും ഉണ്ടാകുന്നതല്ല. രാത്രി 8 മണി മുതൽ പുലർച്ചെ 5 മണി വരെ ഉണ്ടായിരുന്ന വ്യാപാര നിയന്ത്രണം നീക്കാനും ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിക്കുകയുണ്ടായി. സെപ്റ്റംബർ 1 മുതൽ വലിയ ഒത്തുകൂടൽ ഒഴികെ ഇതര സംഗമങ്ങൾക്കും അനുമതി നൽകുമെന്നും അധികൃതർ അറിയിച്ചിരിക്കുന്നു. മന്ത്രിസഭയുടെ ഈ തീരുമാനങ്ങൾ കുവൈറ്റ് സാധാരണ ജീവിതത്തിലേക്ക് വരുന്നതിന്റെ സൂചനയായി വിലയിരുത്താം.